അങ്ങക്ക് ഇതിനേക്കാൾ അല്പം പ്രായക്കുറവുണ്ടെന്ന് എനിക്കറിയാം. 4-5 മാസത്തിന്റെ വ്യത്യാസമേ കാണുകയുള്ളൂ. എങ്കിലും ഞാൻ ബഹുമാനം കൊണ്ട് ചേട്ട എന്നങ്ങ് വിളിച്ചോട്ടെ. അതേ ബഹുമാനം കൊണ്ട് തന്നെ ഞാൻ വലിയേട്ടാന്നും വിളിച്ചോട്ടെ. അയ്യോ, ചേട്ടന്റെ നാവിൽ നിന്നും ആ വലിയേട്ട എന്നുള്ള സംബോധന എനിക്ക് എത്ര സന്തോഷപ്രദമായ കാര്യമെന്നറിയാം. പിന്നെ വിശ്വ നാടകങ്ങളുടെ എല്ലാം അഗാധതയിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠനം നടത്തിയ ചേട്ടന്റെ നാടകത്തിലൊന്നും തന്നെ അതിന്റെയൊക്കെ പ്രേരണയോ അനുകരണമോ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് ചേട്ടന്റെ നാടകങ്ങൾ കണ്ടിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ശരിയാണോ? അല്ല, ഈ പറഞ്ഞിടത്തോളം അഗാധയിലേക്കൊന്നും ഞാൻ ഇറങ്ങി ചെന്നിട്ടില്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് അനുകരിക്കാൻ വേണ്ടിയല്ല, അനുകരിച്ച് പോകാതിരിക്കാൻ വേണ്ടി. അത് ശരി. ചേട്ടന്റെ നാടകങ്ങളില് അപ്പൊക്കെ അശ്ലീലം ഉണ്ടെന്നൊരു പരാതിയുണ്ട്. ചേട്ടന്റെ നാടകങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാൻ പറയുന്നതേ അശ്ലീലം എന്നാണ് പലരും പറയുന്നത്. അതെന്തോട്ടെ, ചേട്ടന് ഈ അശ്ലീലത്തിനെ പറ്റി അതിനൊരു നിർവചനം പറയാമോ? അതായത് നമ്മളിപ്പോ ധരിച്ചു വെച്ചിരിക്കുന്നത് അശ്ലീലം എന്ന് വെച്ചാൽ ലൈംഗിക പരാമർശം ഉൾക്കൊള്ളുന്നതാണ് എല്ലാവരുടെയും ധാരണ. യഥാർത്ഥത്തിൽ അശ്ലീലം അതല്ല. അശ്ലീലം എന്നുള്ള ആ പദത്തിന്റെ യഥാർത്ഥമായ അർത്ഥം അറയ്ക്കുന്നത്, ജുഗുപ്സാവഹം എന്ന് പറയും. ഉദാഹരണത്തിന്, ഞാൻ അരങ്ങത്ത് വെച്ച് കൊള കൊളാന്ന് ഛർദ്ദിച്ചാൽ പ്രേക്ഷകൻ അറച്ചു പോകും. ചേട്ടൻ ഒരു നാടക കുടുംബമാണല്ലോ. ഇത് മലയാളത്തിലൊരു പുതുമയാണ്. ഇത് ബോധപൂർവമാണോ അതോ കേവലം യാദൃശ്ചികമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്? ബോധപൂർവമല്ല, അല്ല, യാദൃശ്ചികം തന്നെയാണ്. അതായത് എനിക്ക് തോന്നി ഒരു ഘട്ടത്തിൽ തോന്നി, ഈ പ്രൊഫഷണൽ നടീനടന്മാരുണ്ടല്ലോ എന്നെ തോൽപ്പിക്കുമോ, അങ്ങനൊരു ഭയം തോന്നി. അപ്പോൾ എന്റെ വീട്ടിലുണ്ടല്ലോ ആണുങ്ങളും പെണ്ണുങ്ങളും, എന്റെ ഭാര്യ പെണ്ണാണ്, മകള് പെണ്ണാണ്, മകനുണ്ട്, കൊച്ചു കുഞ്ഞ് ഇല്ലേ, അവരെ കൊണ്ട് ചെയ്യിക്കാൻ എന്തുകൊണ്ടാ കുഴപ്പം? അല്ല, ഞാൻ ജനിച്ച് നന്നായിട്ടല്ല, അല്ലല്ലോ. അല്ല, അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പ്രേരണ അതിന്റെ പിന്നിൽ? യാതൊന്നുമില്ല, സാമ്പത്തികം. സുഹൃത്തുക്കളെ, പ്രേതലോകം എന്റെ ഓരോ നാടകങ്ങളും ഈ സമൂഹത്തിലെ ദ്രവിച്ച് പഴകിയ ഓരോ തൂണിട്ടും ആഞ്ഞിടിക്കാനുള്ള ഓരോ ശ്രമമായിരുന്നു. ഈ നാടകം അങ്ങനെയാണ്. എന്റെ എല്ലാ നാടകങ്ങളും ഈ സമൂഹത്തോട് ഓരോ ചോദ്യം ചോദിക്കുന്നതായിരുന്നു. പ്രേതലോകം എന്ന് പറയുന്ന ഈ നാടകവും അങ്ങനെ ചോദ്യം ചോദിക്കുന്നതാണ്. ഈ സമൂഹത്തെ ഇന്ന് ഭരിക്കുന്നത് ഹിപ്പോക്രസി എന്ന് പറയുന്ന ഒരു പ്രത്യേക സാമൂഹ്യ മനോഭാവമാണ്. അതായത് ആത്മവഞ്ചന. ഇതിനെ എതിർക്കാനാണ് എൻ്റെ ഓരോ നാടകവും ഞാൻ ഉപയോഗിക്കുക. നാടകാന്ത്യം കവിത്വം എന്ന് തികച്ചും തെളിയിക്കാനാണെന്ന് തോന്നുന്നു. തന്റെ നാടകങ്ങൾക്ക് വേണ്ടി പിള്ള തന്നെ കവിത രചിക്കുന്നു. നിഴലും നാദവും ഒന്നിപ്പോ മായാസുന്ദരമീ കണ്ണാടി നീയും ഞാനും നിഴലിപ്പൂ വിങ്ങും കലയുടെ വേദനയാണിത്. മങ്ങരുതേ നീ മാഴ്കരുതേ, പൊട്ടിയൊലിക്കുമൊരർബുദമാണിത്. ഞെട്ടരുതേ നീ. അങ്ങയുടെ ആത്മകഥ ഞാൻ
ഏറ്റവും സത്യസന്ധമായി എഴുതിയിട്ടുണ്ടെന്നാണ് എന്റെ ബോധ്യം. അതിൽ ഗുരമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയും മറ്റു പല സ്ത്രീകളുമായി മലയായിൽ വെച്ച് ലൈംഗിക ബന്ധമുണ്ടായി എന്ന് അങ്ങ് പച്ചക്ക് എഴുതിയിട്ടുണ്ട്. ഇത് അങ്ങയുടെ സർവസ്വവുമായ ഭാര്യ ചിന്നമ്മ അവരുടെ കലഹത്തിന് പാത്രമായിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. കാരണം എന്താണെങ്കിലും പറഞ്ഞല്ലോ, ചിന്നമ്മ എന്റെ സർവസ്വമാണ്, എന്റെ അന്തരാത്മാവ് തന്നെയാണ്, ഞാൻ തന്നെയാണ്. ഞാൻ പറയില്ല. കഥകളിയുടെ സാഹുമായി പത്മശ്രീ കുടമാളൂർ കരുണാകരൻ നായർ കടന്നു വരികയാണ്. ഇല്ലാതെ ഒരു നടനായി തീരാൻ സാധിക്കാറില്ല. നല്ലൊരു നടനാവണമെങ്കിൽ 12 വർഷം അഭ്യസിക്കുന്നതിനും പുറമെ കുറെ സത്തുക്കളുമായിട്ട് ഉള്ള സംസർഗം കൊണ്ടും ഒക്കെ ഒരു നായകത്വമായ നായകന്റെയോ നായികയുടെയോ ഒരു കാര്യങ്ങളെല്ലാം ധരിച്ച് പുരാണ വിൽപ്പത്തി ഉണ്ടായി അതിനെ വേണ്ട പോലെ കൈകാര്യം ചെയ്യാനാവുള്ളൂ. ഈ നാടകത്തില് കുറച്ച് ദിവസമൊക്കെ പരിശീലനം ചെയ്തേച്ച് വലിയ നാടകക്കാരനാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയും കേൾക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലായാൽ കൊള്ളാം. വിവരക്കേട് തന്നെയാണ്. മനസ്സിലായോ? അതായത് കഥകളിയിൽ ഇപ്പൊ ഒരു 12 വർഷത്തെ ചവിട്ടി തിരുമിയുള്ളതായ കർശനമായ പരിശീലനമൊക്കെ വേണമെന്നാണല്ലോ പറഞ്ഞത്. വളരെ ആവശ്യമാണ്. നാടകത്തിന് അതുമാത്രം പോരാ. നാടകത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞോ, ശബ്ദവിന്യാസത്തിന് മാത്രം, എന്നുവെച്ചാൽ വോയിസ് കൾച്ചറിങ്, അതിനുവേണ്ടി മാത്രം 8ഉം 10ഉം വർഷം എടുക്കുന്നുണ്ട്. മെർലിൻ ബ്രാൻഡോ എന്നൊക്കെ പറഞ്ഞ നടന്മാര് ചുമ്മാ കൂട്ട പോലെ ഇങ്ങനെ സഞ്ചിയും കഷത്തി വെച്ച് അങ്ങ് പോയവരല്ല, ഇതുപോലെ പരിശീലിച്ചവരാ. നമ്മൾ തികച്ച് ലാഘവത്തോടുകൂടി അത് എടുക്കുക ചെയ്യുന്നത്. അല്ല, കുട്ടികൾ കഥകളി കളിക്കുന്നില്ലേ, കൂമ്പാളയൊക്കെ കൊട്ടി കെട്ടി. അത് ലൗകിക ഭാവങ്ങളുടെ ആവിഷ്കരണത്തിന് കഥകളിയേക്കാൾ ഉപരിയാണോ നാടകത്തിന് സാധിക്കാവുന്നത്? വളരെ ശരിയാണ്. അല്ല, എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും രണ്ട് മാധ്യമങ്ങളാണ്. കഥകളി എന്ന് പറയുന്നത് കുറെ കൂടെ ക്ലാസിക്കല, അല്ല കുറെ കൂടെ അല്ല, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ക്ലാസിക്കല. നാടകമല്ല, കുറെ കൂടെ ഈ ജീവിതവുമായിട്ട് ഒരു വ്യത്യാസമില്ല, റിയലിസ്റ്റിക് എന്ന് പറയും. അപ്പോ മറ്റൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സങ്കേതങ്ങളെല്ലാം പഠിച്ചിരിക്കണം. ക്ലാസിക്കൽ സങ്കേതങ്ങൾ മുഴുവൻ പഠിച്ചിരിക്കണം. സ്റ്റാമ്പ്സ്, മുദ്രകൾ, ഇതെല്ലാം പഠിച്ചിരിക്കണം. ഇതിനാണെങ്കിൽ ആ ബുദ്ധിമുട്ടില്ല. സാമാന്യ ജനങ്ങൾക്ക് അപ്പം തന്നെ ഗ്രഹിക്കാൻ കഴിയും. എന്നാൽ ഈ നാടകത്തിൽ ഇപ്പോഴത്തെ അഭ്യാസങ്ങളുണ്ട് കേട്ടോ. എന്നാലും ഒരു മനസ്സിലാക്കണം. കഴിയുന്നിടത്തോളം ഞങ്ങളുടെ ശ്രമം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കുക എന്നുള്ളത്. രചന, സംവിധാനം, അഭിനയം എന്നിവയ്ക്കുള്ള മികച്ച പ്രകടനത്തിന് നിരവധി അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തി. നാടക ദർപ്പണം, നാടകത്തെപ്പറ്റിയുള്ള പിള്ളയുടെ ആധികാരിക ഗ്രന്ഥം 1972 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി. 1965 പ്രേതലോകം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 40-ൽ പരം നാടകങ്ങളും 30ഓളം ലഘുനാടകങ്ങളും പിള്ളയുടേതായിട്ടുണ്ട്. കർട്ടൻ, നാടകദർപ്പണം എന്നിവ നവീന നാടകവേദിയെ സംബന്ധിച്ച ആധികാരിക ഗ്രന്ഥങ്ങളായി കരുതപ്പെടുന്നു. ഞാൻ എന്ന ആത്മകഥയ്ക്ക് അബുദാബി അവാർഡ് 1982. 1970 നാടകരചന, നടനം, സംവിധാനം, സംഘാടനം എന്നിവയ്ക്കുള്ള കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്. കടുത്ത വായനയ്ക്കും പഠനത്തിനുമിടയിൽ അല്പം തട്ടും താളവും. എന്തൊരത്ഭുതം!
എന്നെ പ്രപഞ്ചം സൃഷ്ടിച്ചത്. എന്തൊരത്ഭുതം, എന്നെ പ്രപഞ്ചം സൃഷ്ടിച്ചതു. ഒരു മഹാദാർശനികന്റെ ഉൾക്കാഴ്ചയോടുകൂടി പിള്ള കാവ്യരചനയിൽ ഏർപ്പെട്ടിരിക്കുന്നു. കവിതകൾ കടലാസിലേക്ക് പകർത്തുന്നതോ സഹോദരി ഓമന. മഹാകവി വേഴ്സ്വർത്തിനെയും സഹോദരി ഡോർത്തി വേഴ്സ്വർത്തിനെയും ഓർമ്മിപ്പിക്കുന്ന അനിതര സാധാരണമായ സാഹോദര്യവും ആത്മബന്ധവും ഇവിടെ ആവർത്തിക്കപ്പെടുന്നത് പോലെ. ഉത്തരം കാണാത്തൊരു ചോദ്യങ്ങൾക്ക് അവസാനമുത്തരമെഴുതുമൻ മരണപത്രത്തിൽ ഞാൻ. ഇനിയും ഒരു ജന്മം കൂടി ലഭിച്ചാലോ? ശ്രീ കെ ചന്ദ്രൻ. 1918 ഡിസംബറിൽ ജനനം. ഇതിന് ഞാൻ മലയാളത്തിൽ ഉത്തരം പറയാം. അതായത് 2 ശ്ലോകങ്ങൾ ഉദ്ധരിക്കാം. പ്രസിദ്ധമായ സംസ്കൃത നാടകങ്ങളിലെ 2 അത് തർജ്ജമ ചെയ്ത മലയാള ശ്ലോകങ്ങളാണ്. അമ്മേ മേലാൽ എനിക്കുള്ള ജനനങ്ങളിലൊക്കെയും മക്കളിൽ കുറഴുന്നീതാൻ അമ്മയായി വരണമേ. ഇതേ അർത്ഥം തന്നെയാ മറ്റൊന്ന്. കുമ്പിട്ട് ചൊല്ലാം പുണ്യം ഞാൻ ചെയ്തിട്ടുണ്ടെന്നിരിക്കലോ, മറുജന്മത്തിലും എനിക്ക് അമ്മയാകപ്പെടുന്നതാൻ. എനിക്കും അത് തന്നെയാ പറയാം. ഇനി എനിക്കൊരു ജന്മം കിട്ടിയാൽ, അഥവാ എന്റെ ജീവിതത്തിന്റെ വർഷങ്ങൾ കിട്ടിയാൽ ഇത് മാത്രമാണ്. എന്ത്, കുറെ കൂടെ നല്ലൊരു നാടകകർത്താകണം, കുറെ കൂടെ ശക്തിയുള്ളൊരു നാടകകർത്താകണം. അല്ല, ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അതുല്യനായ നാടകകർത്താകണമെന്ന്. സാധിക്കില്ല. സുദീർഘമായ തന്റെ ജീവിതയാത്രയിൽ എൻ പിള്ള മലയാള നാടകവേദിക്ക് മറക്കാനാവാത്ത നിരവധി സംഭാവനകൾ നൽകിക്കഴിഞ്ഞു. കുമാരസംഭവവും ഭഗവത്ഗീതയും ബൃഹദാരണ്യോപനിഷത്തും അതിലുപരി അത്യാധുനികങ്ങളായ ശാസ്ത്ര സാഹിത്യ മേഖലകളിലെ വിവിധ സൈദ്ധാന്തിക തലങ്ങളും എൻ പിള്ളയുടെ നാടകത്തിൽ വിഷയമായിട്ടുണ്ട്. പിന്നിൽ ഒരു മറ, നിൽക്കാൻ ഒരു തറ, മുന്നിൽ നിങ്ങളും, എന്റെ ഉള്ളിൽ ഒരു നാടകവും. നാടകത്തെപ്പറ്റി ഇത്ര സുവിദിതമായ ഒരു നിർവചനം നൽകിയ എൻ പിള്ള നമ്മുടെ നാടകവേദിയുടെ പ്രോജ്വല മുഖമാണ്. ജീവിതത്തിലെ ഇന്നത്തെ നിലയ്ക്ക് പ്രത്യേക വല്ല കടപ്പാടുകളുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, മറ്റൊന്നുമില്ല എന്ന് പിള്ള പറയും. തന്നോളം ഭാഗ്യവാനും ഈ ലോകത്തിൽ മറ്റാരും കാണുകില്ല എന്ന് കൂട്ടിച്ചേർക്കും. എവിടൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് അദ്ദേഹം അവസാനം നാടകത്തിലെത്തി. നാടകം അദ്ദേഹത്തെ കൈവിട്ടില്ല. ഇത്രനാൾ നടന്നിട്ടും ഇത്തിരി കടക്കാത്തൊരൊത്തിരി മേടാണല്ലോ ജീവിതമഹാരണ്യം. ഇത്രനാൾ നടന്നിട്ടും ഇത്തിരി കടക്കാത്തൊരൊത്തിരി മേടാണല്ലോ ജീവിതമഹാരണ്യം. എത്തി നിൽപ്പു ഞാൻ അതിൻ വക്കത്ത്, ഈ കാൽവയ്പ് ഒടുക്കത്തയല്ല, ഇനി എത്ര കാണുമെന്നറിയില്ല. എത്തി നിൽപ്പു ഞാൻ അതിൻ വക്കത്ത്, ഈ കാൽവയ്പ് ഒടുക്കത്തയല്ല.